കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചയിലും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാനിടയാക്കിയ ദൈവസ്നേഹത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേട്ടുകൊണ്ട് വിവിധ മാധ്യമങ്ങളിലായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കർത്തദാസന്മാർക്കും പ്രിയ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഓഗസ്റ്റ് 15-ാം തീയതി, ഇന്ത്യക്ക് ഹല്ലേലൂയ 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നുവല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നാം യഥാർത്ഥ സ്വതന്ത്രരോ, അതാണ് ഇന്ന് ഈ ആഴ്ചത്തെ എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ഹെഡിങ് ഞാൻ കൊടുക്കുന്നത്. സ്തോത്രം. നാം സാക്ഷാൽ ക്രിസ്തുവിൽ സ്വതന്ത്രരോ. നാം സാക്ഷാൽ ക്രിസ്തുവിൽ സ്വതന്ത്രരോ. അതിന് ആസ്പദമാക്കി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 1-ാം വാക്യം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. സ്തോത്രം. യഥാർത്ഥമായി ഈ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നാം സാക്ഷാൽ അനുഭവിക്കുന്നുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം കഴിഞ്ഞു. ശരിയാണ്, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ യഥാർത്ഥമായി നമ്മൾ സ്വതന്ത്രരാണോ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്ന് പണ്ടൊരു കവി പാടി. എത്ര അർത്ഥവത്തായ കാര്യമാണ് അല്ലേ? ബന്ധുര കിളി സ്വർണം കൊണ്ടുണ്ടാക്കിയ കൂട്ടിലാണെങ്കിലും അതിനെ കൂട്ടിൽ അടച്ചിരിക്കുന്നിടത്തോളം കാലം അതിനെത്ര പഴം കൊണ്ട് കൊടുത്താലും, എത്ര പാൽ കൊണ്ട് കൊടുത്താലും, എന്തെല്ലാം കൊണ്ട് കൊടുത്താലും അതെന്നും ബന്ധനത്തിൽ തന്നെയാണ് അല്ലേ? ഇതുപോലെയല്ലേ മനുഷ്യന്റെ അവസ്ഥകൾ ഇന്നും? ഹല്ലേലൂയ. അതിനൊന്ന് തുറന്നു വിട്ടു നോക്കിയേ. ഓ, ഞാൻ പോകത്തില്ല, എനിക്ക് പാല് തരുന്നതാ, എനിക്ക് പഴം കിട്ടുന്ന, എനിക്കൊന്നും ആഹാരം തരുന്ന, അതുകൊണ്ട് ഞാൻ ഇനി പോകത്തില്ലെന്നത് പറയത്തില്ല. അതിന്റെ വാതിൽ തുറക്കുന്ന സമയം നോക്കി നിൽക്കുക, അതിവികാശത്തിലേക്ക് പറന്ന് ചിറകടിച്ച് ഉയരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ക്രിസ്തീയ ജീവിതങ്ങളെ, ഇന്ന് നാമും ഇങ്ങനെയല്ലയോ? ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇതിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പൈശാചിക അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ആ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഗലാത്യയിലേക്ക് എഴുതുമ്പോൾ ഇത് ഓർപ്പിക്കുക. ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇന്നും പലതിലും അടിമത്തത്തിലല്ലേ? നമ്മുടെ തലമുറകൾ അടിമത്തത്തിലല്ലേ? അവിടുന്ന് റിലീസാകണം, സ്വതന്ത്രരാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നാം അറിയാതെ തന്നെ ആ അടിമത്തത്തിലായി പോകുന്നു എന്നുള്ളത് നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു. എത്രയോ പേരാണ് ഇന്നും ആ അടിമനുഖത്തിന്റെ കീഴിൽ കിടക്കുന്നത്. ദൈവവചനം എന്താണ് പറയുന്നത്? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വതന്ത്രനോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്താണ് പറയുന്നത് അറിയാമോ? സ്തോത്രം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പൊ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു, അതിൽ കൂടെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നമ്മൾ ലഭിക്കുകയാണ്. സ്തോത്രം. നാളുകളായി അടിമത്തത്തിൽ കിടന്ന് നമ്മളെ വിടിവിച്ചെടുക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, പൈശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന നമ്മളെ വിടിവിച്ചെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഇവിടെ മാത്രമല്ല നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, യുഗായുഗങ്ങൾ അവനോടുകൂടി പാർക്കേണ്ടതിന് ഒരുക്കിയ വലിയ പദ്ധതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം, those who believe in him, ആരവനിൽ വിശ്വസിക്കുന്നു അവനാണ് രക്ഷ കിട്ടുന്നത്, അവനാ വിടുതൽ ലഭിക്കുക. യാഥാർത്ഥ്യമായി അത് മറ്റാർക്കും കൊടുക്കാൻ കഴിയത്തില്ല, പറഞ്ഞു കൊടുത്താലും പറ്റുകയില്ല. അവനവന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച വാഗുകൊണ്ട് ഏറ്റു പറയണമെന്ന ദൈവവചനം പറയുന്നു. അപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥമായി ലഭ്യമാക്കിയിട്ടുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഞാനും ക്രിസ്ത്യാനിയാണ്, ഞാനും ക്രിസ്തുവിൽ സ്വതന്ത്രനാണെന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം, അറിയാം. ഹൃദയങ്ങളെ ഉൾപ്പെടെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ, ക്രിസ്തു ഇത് ഹൃദയത്തിൽ വന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യവും അവൻ അനുഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കാണുകയാണ്. ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, പൊറുക്കുവാൻ, അല്ലേ? ഇതെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പുറപ്പാട് 21:5-6 നമ്മൾ വായിക്കുന്ന എന്താണ്? സ്തോത്രം. എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. സ്തോത്രം. പണ്ട് കാലത്ത് അടിമക്കച്ചവടം നടന്ന കാലം, യുദ്ധങ്ങൾ നടന്നിരുന്നു. യുദ്ധങ്ങൾ നടന്നിട്ട് യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അവിടെയുണ്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരും. അവരെ അടിമകളാക്കി ദാസ്യവൃത്തി ജയിക്കുവാൻ, ദാസവേല ജയിക്കുവാൻ ശ്രമിച്ചിരുന്ന കാലങ്ങൾ നമുക്കറിയാം. വേദോസ ചരിത്രത്തിൽ പലയിടത്തും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മാത്രമല്ല, കച്ചവടം ചെയ്യും. എന്നിട്ട് അവരെ ആളിനെ എനിക്ക് വേണ്ട വേറൊരാളിനെ വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള മാർക്കറ്റ് ഉണ്ടാകും. ആ മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരാളെ മേടിച്ചുകൊണ്ട് വരിക. സ്തോത്രം. മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ആളിന്റെ അടിമയായി മാറുക. അതിന് ചെയ്യുന്ന പരിപാടിയാണ് പറഞ്ഞത്. കട്ടളക്കാലിലും മേലെ കുറുമ്പടിയിലും വെച്ചിട്ട് ആ കാത് ആണി കൊണ്ട് കിഴിച്ചിട്ട് അവനെന്തേക്കും അവൻ അടിമയായി മാറുന്നാനും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, സ്തോത്രം, നമ്മളെ ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി. നീ ഒന്നും ഇനി അടിമയല്ല, നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. പാപത്തിന് അടിമയല്ല, പിശാചിന് നിന്റെ മേൽ യാതൊരു കർത്തൃത്വമില്ല. സ്തോത്രം. അത് മനസ്സിലാക്കി പോകുന്ന അവസ്ഥയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊരിക്കല് ഒരു വീട്ടില് ഒരു മകനെ ഉണ്ടായിരുന്നു. ആ മകനെ വളരെ ലാളിച്ച് വളർത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ ലാളിച്ച് വളർത്തിയ കാരണത്താൽ അവന് കളിച്ച് ചാടി മറിഞ്ഞ് ഒത്തിരി കുസൃതിയൊക്കെ കാണിച്ച് വീട്ടിലുള്ളതായ ഫർണിച്ചറും ഉപകരണങ്ങളും ഒക്കെ തല്ലിപ്പൊട്ടിക്കും. അവനെ അടിക്കുന്നില്ല, കാരണം അവൻ ഒരേ ഒരു ഒരു മകനെ, അവനെ അങ്ങനെ ശിക്ഷിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ വളർത്തിക്കൊണ്ടു. നമുക്കറിയാം, അങ്ങനെയുള്ള പല കുടുംബങ്ങളെ നമുക്കറിയാം. ഒടുവിൽ വരുന്ന അനന്തര ഫലം എന്താണെന്ന് നമുക്കറിയാം. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, ഉപദേശം കൊടുക്കേണ്ടത് ഉപദേശം കൊടുക്കണം, പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കണം. സംഭവിച്ചത്, അവനങ്ങനെ ചാടിക്കളിച്ചു. ഒടുവിൽ എന്തോ സംഭവിച്ചെന്നറിയാമോ? അവന് ഒരു ഫർണിച്ചറിനോട് ചാടിയപ്പോൾ അവന്റെ കാല് തെന്നി, അവൻ കാലൊടിഞ്ഞു പോയി. ഒത്തിരി ചികിത്സിച്ചിട്ടൊന്നും അത് ശരിയായില്ല. ആ കാരണത്താൽ അവന് സ്കൂളിൽ പോലും പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ തന്നെ കഴിയുകയാണ്. അവൻ വെറുതെ ഇരിക്കട്ട എന്ന് കണ്ട് അവൻ അന്നേരം കുസൃതിയൊന്നും വിട്ടിട്ടില്ല. കാലൊടിഞ്ഞിട്ടും കുസൃതി വിട്ടിട്ട്. ഇന്നും അങ്ങനെ പലതും ഒടിവ് സംഭവിച്ചാലും കുസൃതി വിടത്തില്ല. ഞാൻ ആത്മീയത്തിലെ കാര്യം പറയുന്നു. വിളച്ചിലുകളും കള്ളത്തരങ്ങളും കാപട്യങ്ങളും കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. എത്ര ദൈവം പഠിപ്പിച്ചാലും പഠിക്കാത്തവരുണ്ട്. ഇവിടെ സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ, അപ്പനും അമ്മയും വെളിയിൽ പോയി ഇവനെ തനിച്ച് വീട്ടിലാക്കിയിട്ട്. ആള് ചെറുപ്പമാണ്. അവന് വെറുതെ ഇരിക്കണ്ട, എല്ലാം കളിച്ചോട്ടെന്ന് കണ്ട അവനെ ഒരു കവണ മേടിച്ചു കൊടുത്തു. കിളിയൊക്കെ എയ്യുന്ന കവണ. അതേ കല്ല് വെച്ചിട്ട് ഇങ്ങനെ എയ്താൽ, നല്ല ഉന്നം പിടിച്ച് ഇങ്ങനെ എയ്താൽ കിളി കത്തുപോകും. ആ കല്ലിന്ന് കിളി കേട്ടുകൊള്ളും ഉന്നം വെച്ച് കഴിഞ്ഞാൽ. ഇവൻ അനേക കിളികളെ എറിഞ്ഞു നോക്കി, ഒരു കിളിയെപ്പോലും കിട്ടിയില്ല. നാളുകൾ കഴിഞ്ഞു. അപ്പനും ഒരു ദിവസം വെളിയിൽ പോയപ്പോൾ അവന്റെ വീടിന്റെ മുറ്റത്ത് നിന്നായ, അവരെ ഓമനിച്ച് വളർത്തുന്നതായ ഒരു നല്ല പൂവൻ താറാവിനെ അവൻ ഉന്നം വെച്ചു. ഒറ്റ ഈരോട് ആ താറാവിന്റെ തലയ്ക്ക് തന്നെ ചെന്ന് കൊണ്ടു. അവൻ ഇതുവരെ ഒരു കിളിയെ ഇത് കേട്ടിട്ട് വിരിച്ചില്ല. പക്ഷെ ഈ താറാവിനെ സംഭവിച്ചു. പലർക്കും ഇങ്ങനെ. സ്തോത്രം. അത് ചത്തുപോയി. അവനെടുക്കും തെക്കും ബുക്കും എല്ലാം നോക്കി, ആരും കാണുന്നില്ല. അവൻ ഓടിച്ചെന്ന് അവരുടെ കളിയിൽ അല്ലെങ്കിൽ ഇരുത്തലിൽ വെച്ചിരുന്നതായ മമ്മട്ടി എടുത്തുകൊണ്ട് വന്നിട്ട്, കൂന്താലി എടുത്തുകൊണ്ട് വന്നിട്ട് കുഴി ഒഴിച്ചിട്ട് ഈ താറാവിനെ അതിനകത്ത് അടക്കം ചെയ്തു കൊണ്ട് മൂടി അതിന് മേളിൽ പുല്ലൊക്കെ വെച്ച് ആരും കാണണ്ട, അറിയണ്ടെന്ന് കണ്ടു വെച്ചു.
വൈകിട്ട് അപ്പം വന്നു, അമ്മ വന്നു, എല്ലാവരും വന്ന് എല്ലാത്തിനെയും കൂട്ടിക്കയറ്റാൻ തുടങ്ങിയപ്പോൾ താറാവിനെ കാണുന്നില്ല. എടാ 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 സാബു മോനെ, നീ നമ്മുടെ താറാവിനെ കണ്ടോ? എന്നെ വിട്ടും കാണും. അയ്യോ, ഉച്ചയ്ക്ക് അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ, മുറ്റത്ത് നിൽക്കുന്നത് കണ്ടായിരുന്നു. അവൻ പറഞ്ഞ സത്യമല്ലേ? ഇങ്ങനെ പലരും കണ്ടതാ, അവൻ കണ്ടതാ, സത്യം പറയത്തുള്ളൂ, ബാക്കി കാര്യം പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടില്ല, അതിനെ കളഞ്ഞ് അവന് വിട്ടു, അത് ആ കാര്യമേ വിട്ടു. കാലങ്ങൾ കഴിഞ്ഞു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടില് ദാസ്യവേല ചെയ്യുന്ന ഒരു ഗോപാലനുണ്ട്. ഗോപാലൻ വന്ന് കന്നുകാലികളെ അയച്ചു കെട്ടുകയും കുളിപ്പിക്കുകയും അതിന് തീറ്റ കൊടുക്കുകയും അതിന്റെ ചാണകം വാരുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ഗോപാലന്. ഗോപാലൻ വന്നിട്ട് ഇവനെ വിളിച്ചു, സാബു ഇങ്ങോട്ട് വന്നേ, എന്താ വേണം? നീ ഇച്ചിരി കച്ചി എടുത്ത് ആ പശുവിൻ്റെ ഇട്ട് കൊടുത്തേ, ആ കന്നുകാലിക്കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം, എനിക്ക് ഇച്ചിരി വേറെ ജോലിയുണ്ട്. നിന്നെ ഞങ്ങളിവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നതല്ലേ, നീ അങ്ങ് ചെയ്താൽ മതി. എൻ്റെ ജോലി അതൊന്നും അല്ല. എടാ ഇങ്ങോട്ട് വാ, നീ ചെയ്യത്. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പണ്ടത്തെ താറാവിന്റെ കാര്യം എന്തോ പോലെ, ആ താറാവിന്റെ കാര്യം എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം കണ്ടതാ. ഞാൻ പറയണോ? ഡാഡിയോട് പറയണോ? ഗോപാല പറയരുത്, ഗോപാലിനെ കെട്ടിപ്പിടിച്ചു, ഗോപാലിന്റെ കാല് കെട്ടിപ്പിടിച്ചു, ഗോപാല പറയരുത്, ഞാൻ എന്ത് വേണ്ടി ചെയ്തോളാം. അന്നു മുതൽ ഈ സാബു ഗോപാലന് അടിമയായി. ഗോപാലൻ എന്തു പറഞ്ഞാലും ഈ സാബു ചെയ്യും. എരുത്തിൽ കഴുകണോ, കുന്നുകാലിയെ കുളിപ്പിക്കണോ, കച്ചി വാരിയിടണോ, ചാണകം വാരണോ, എന്ത് ചെയ്യണമെങ്കിലും സാബു റെഡിയാ. സാബു അടിമയായി. ആർക്ക്? ഗോപാലൻ അടിമയായി. ഇതുപോലല്ലേ എന്ന് പലരും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം വന്നു. 51ാമത് സ്വാതന്ത്ര്യ ദിനം. അന്ന് നടന്ന സംഭവം, അന്ന് സ്കൂളില് കൊടി ഉയർത്തുകയും മീറ്റിങ്ങുകളൊക്കെ നടന്നപ്പോൾ അന്ന് അവിടെ പ്രസംഗിക്കാൻ എത്തിയത് ഒരു പുരോഹിതനായിരുന്നു. ഈ സാബുവിന്റെ അടുത്ത സ്കൂളുണ്ട്. ഈ ദിനാഘോഷം, നല്ല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പങ്കുചേരാനായിട്ട് അവൻ്റെ അടുത്തുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോയപ്പോൾ സാബുവിനെ കൂടെ കൊണ്ടുപോയി. സാബു അവിടെ നിന്ന് ഈ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ആ പുരോഹിതന് അന്ന് പ്രസംഗിക്കാനെടുത്ത വിഷയം ഈ വിഷയം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ദൈവവചനത്തിൽ കൂടെ ആ പുരോഹിതൻ ഈ വചനം സംസാരിച്ചപ്പോൾ നമ്മൾ ദാസരല്ല, നമ്മൾ സ്വതന്ത്രരാണ്, നമ്മുടെ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. ആ ക്രിസ്തു യേശു മൂലം നമുക്ക് തന്ന രക്ഷയെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും ഒക്കെ ആ പുരോഹിതൻ സവിസ്തരം പ്രസംഗിച്ചപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാബു അത് സശ്രദ്ധം ശ്രദ്ധിച്ചു. ഞാൻ എന്തിനു ഗോപാലിന് അടിമയായി കഴിയണം? ഞാൻ എന്തിനു പിശാചിന് അടിമയായി കഴിയണം? ഞാൻ എൻ്റെ അപ്പൻ്റെ മകനല്ലേ? ഞാൻ അവകാശിയാണ്. അവകാശിയാണെങ്കിൽ ഞാൻ ഇനി ദാസനല്ല. അവനവിടെ ഇരുന്ന് കരഞ്ഞു. അവനൊരു പാപബോധമുണ്ടായി. അവന് തീരുമാനമെടുത്തു, ഞാൻ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് അപ്പനോട് ഞാൻ ക്ഷമ ചോദിക്കും. അവിടുത്തെ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ സാബു അവിടുന്ന് പോയി. അവന് കാല് വയ്യായെങ്കിലും അവൻ പോയി അപ്പനെ ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പാ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റി, എന്തുവാടാ നീ പറ, എന്താ കാര്യം പറ, എന്തോ നീ കാര്യം പറ. അപ്പൊ ആ താറാവിന്റെ പണ്ടത്തെ എന്തുവാടാ നീ പറയുന്നത്? താറാവ് എന്തുവാ? പണ്ട് താറാവ് ചത്തില്ലേ? അവനുള്ള കാര്യം തന്നു. ആപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. നീ എന്തുകൊണ്ടാ അവനെ നേരത്തെ പറയും? നീ എന്തുകൊണ്ടാ എന്നോട് നേരത്തെ പറയാൻ? ക്രിസ്തീയ ജീവിതങ്ങളെ നേരത്തെ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ശിക്ഷ വരികയില്ലല്ലോ. ആപ്പൻ അവനെ അമ്മാറോട് അണച്ചു, കെട്ടിപ്പിടിച്ചു. ഇനിമേൽ നീ പാപം ചെയ്യരുത്, നീ എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പ്രിയപ്പെട്ടവരെ, സ്തോത്രം.
യേശു ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരായെങ്കിൽ ഇനിയും സാത്താൻ അടിമകളായി ജീവിക്കാറുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് മോഹങ്ങൾ വരാം, നമുക്ക് ഇച്ഛകൾ വരാം, കണ്ണിനിമ്പമായി വരാം, ഹൃദയത്തിനിമ്പമായത് വരാം. പലതും ഈ ലോകത്തിൽ പലതും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും പിശാച്. യേശുവിനെ ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡോട് ലോകം മുഴുവൻ കാണിച്ചില്ലേ പിശാച്? നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ അടിമയിൽത്തത്തിലായി പോകാതിരിപ്പാൻ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, വചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവന് വേണ്ടി ജീവിച്ച നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ. നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. ആ അവകാശം മേടിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ വചനത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാണ്. ഗോഡ് ബ്ലസ് യു.